നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 303rd ശ്ലോക. ടുഡേ 74th ശ്ലോക ഓഫ് 4th chapter. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 303-ാം ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 74ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം 4ാമത്തെ അധ്യായത്തിലെ 74ാമത്തെ ശ്ലോകം. അസാരം ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹക. സുതഃ കസ്യ ധനം കസ്യ സ്നേഹവാഞ്ജലദേനിശം. അസാരഖലു സംസാരോ ദുഃഖരൂപീ വിമോഹക. സുതഃ കസ്യ ധനം കസ്യ സ്നേഹവാഞ്ജലദേനിശം. ഓം തത്സത്. ഈ സംസാരത്തിൻ്റെ സ്വരൂപത്തെ നിരൂപണം ചെയ്തു നോക്കിയാൽ ആത്മദേവനോട് ഗോകർണൻ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംസാരത്തിൻ്റെ സ്വരൂപത്തെ നിരൂപണം ചെയ്തു നോക്കിയാൽ നിശ്ചയമായും നിസ്സാരവും ദുഃഖാത്മവും മോഹാസ്പദവുമായിരിക്കുന്നു. ആരുടെ പുത്രൻ, ആരുടെ ധനം, ആർ പുത്രധനാദികളെ കണ്ട് സൂഹിച്ചാലും അവന് എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തൻ്റെ പുത്രൻ, തൻ്റെ സ്വത്ത്, തൻ്റെ വീട്, തൻ്റേത് എന്നുള്ള ഞാൻ എൻ്റേത് എന്ന് വിചാരിക്കുന്ന ആർക്കും തന്നെ എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ സംസാരം, ഈ പറയുന്ന ധനം, പുത്രൻ, സർവ്വതും ഓരോ നിമിഷവും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് കാണുന്ന സർവസ്വവും ഇല്ലാതാകേണ്ടതാണ്. അതിൽ കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും പരമമായ ആ സുഖം ലഭിക്കുകയില്ല എന്ന് ആത്മദേവനോട് തീർത്തും പറഞ്ഞു കൊടുക്കുകയാണ് ഗോകർണൻ. ആത്മദേവനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ആത്മദേവന് തത്വം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുത്രനായ ഗോകർണൻ. പശുവിൽ നിന്നും ഉണ്ടായ പുത്രനായ ഗോകർണൻ പറഞ്ഞു കൊടുക്കുകയാണ്. അസാരീകലു സംസാരം. ഈ സംസാരത്തിൻ്റെ സ്വരൂപം ഒട്ടും സാരമില്ലാത്തതാണ്. ദുഃഖരൂപി വിമോഹക. ദുഃഖം ഉണ്ടാക്കുന്നതാണ്, മോഹിപ്പിക്കുന്നതാണ്. സുതഃ ഏത് പുത്രൻ, ധനം കസ്യ ഏത് ധനം, എന്ത് ധനം, ഏത് ധനം, സ്നേഹവാൻ ജ്വലദേനിശം. സ്നേഹിക്കുന്നവൻ, ഈ പുത്രനെയും ധനത്തെയും ഒക്കെ സ്നേഹിക്കുന്നവൻ ജ്വലദേനിശ എപ്പോഴും ജ്വലിച്ചു, അതായത് പരിതപിച്ചു കൊണ്ടിരിക്കുന്നു, സങ്കടത്തിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഗോകർണൻ പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. അസാരഖലു സംസാരോ ദുഃഖരൂപീ വിമോഹക. സുതഃ കസ്യ ധനം കസ്യ സ്നേഹവാഞ്ജലദേനിശം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.